അതേപോലെ സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്ന, ഇതുപോലെ ADHD പ്രശ്നങ്ങൾ കാണിക്കുന്ന കുട്ടികളെ കൃത്യമായി കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളും പുനരധിവാസ സംവിധാനങ്ങളും കൊടുക്കുക. ലഹരിയിൽ അടിമപ്പെട്ട കുട്ടികൾക്ക്, ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ കുട്ടികളെ നേരത്തെ തന്നെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും, കരുതലും കരുണയുമുള്ള സാഹചര്യത്തിൽ തിരിച്ചു കൊണ്ടുവരാനും സൈക്കോളജികൾക്കും മനഃശാസ്ത്ര വിദഗ്ധന്മാർക്കും കൃത്യമായി സമൂഹമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. നേരത്തെ കണ്ടെത്തൽ, പ്രതിരോധം, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട മാർഗങ്ങൾ. രണ്ടാമത്തെ, ഇതുപോലെ ഓൾറെഡി ഇങ്ങനത്തെ വൾണറബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനയും അവർക്ക് ആവശ്യമായ തെറാപ്പിയും അവർക്ക് ആവശ്യമായ ഇന്റർവെൻഷൻസും ട്രീറ്റ്മെന്റ്സും കൃത്യമായ സമയത്ത് ഉണ്ടോന്ന് കൊടുക്കുക. ഉദാഹരണത്തിന്, ഒരു കുട്ടിയെ ആന്റി സോഷ്യൽ ട്രേറ്റ്സ് കണ്ടെത്തി. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ജില്ലയിലെ സ്കൂളിലേക്ക് ഒരു കുട്ടി തോക്കും കൊണ്ടുവന്നു. തന്റെ രക്ഷിതാവിനെ കഴിഞ്ഞ വർഷം ഒരു +2 പഠിക്കുന്ന കുട്ടി സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥി തന്റെ സ്കൂളിലേക്ക് തോക്കും കൊണ്ട് അധ്യാപകനെ വെടിവെക്കണം അധ്യാപകനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ്സിൽ വന്നു. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു, കുട്ടിക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുത്തു. ആ കുട്ടി വൾണറബിൾ ആണ്.